ഹലോ. ഒരു റിവിഷൻ പോലെ 50 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ചെയ്തു തീർക്കുകയാണ് നമ്മൾ. അപ്പോൾ സിലബസ് എടുത്ത് കയ്യിൽ വെച്ചോ. സിലബസിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അതേപോലെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. കൺസെപ്റ്റുകളും ആൾക്കാരെ സോഷ്യോളജിസ്റ്റിൻ്റെ പേരുകളും ബേസിക് ആണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. പിന്നെ ഒരു നോട്ട് എടുത്ത് വെച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് കൺസെപ്റ്റ്, ആളെ പേര് ഒക്കെ വേഗം എഴുതി പോവുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോഷ്യോളജി എക്സ്പാൻഡഡ് റാപ്പിഡ്ലി ആസ് എ കീ അക്കാഡമിക് ഡിസിപ്ലിൻ മെയിൻലി ഇൻ വിച്ച് സെഞ്ചുറി? ഏത് സെഞ്ചുറിയിലാണ് റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ആയത് സോഷ്യോളജി? 20th സെഞ്ചുറിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിൻ്റെ പീരീഡാണ് ചോദിക്കുന്നത്. 1940s ആൻഡ് 60s ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണം. ഇനി സ്ട്രക്ചറൽ ഫങ്ഷണലിസം സൊസൈറ്റീനെ എങ്ങനെയാണ് കണ്ടതെന്നാണ്. എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ഇൻ്റർ റിലേറ്റഡ് പാർട്സ് ആയിട്ട്. അടുത്തത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആരാന്ന് വെച്ചാൽ ടാൽക്കോട്ട് പാർസൺസ് ആണ്. അടുത്തത് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്കറാണ് റോബർട്ട് കെ മാർട്ടൺ. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആരുടെ ഐഡിയ എന്ന് വെച്ചാൽ കാൾ മാർക്സ്. കോൺഫ്ലിക്റ്റ് തിയറി പ്രൊമിനൻറ്റ് മെയിൻലി ഡ്യൂറിങ് 1960s ആൻഡ് 70s. കോൺഫ്ലിക്റ്റ് തിയറി മെയിൻലി ഫോക്കസ് ചെയ്തത് എന്തിലാണെന്ന് വെച്ചാൽ പവർ ആൻഡ് ഇൻഇക്വാലിറ്റിയിലാണ്. അടുത്തത് ഫങ്ഷണലിസ്റ്റ് പറയുന്നത് ഫാമിലി, റിലീജിയൻ പോലത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഫങ്ഷണലിസ്റ്റിൻ്റെ ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചാൽ അത് റാപ്പിഡായിട്ടുള്ള സോഷ്യൽ ചേഞ്ചിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഇനിയിപ്പോഴുള്ള ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. റോബർട്ട് കെ മെർട്ടൺ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. പിന്നെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെന്നുള്ള കാരണം കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ശരിയാണ് അല്ലേ. അടുത്തത് സിംബോളിക് ഇൻട്രാക്ഷണിസം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് വെച്ചാൽ ഹെർബർട്ട് ബ്ലൂമർ ആണ് അല്ലേ. ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് സിലബസിൽ കാണാമേ. അടുത്ത ചോദ്യം, സിംബോളിക് ഇൻട്രാക്ഷണിസം ഏത് സോഷ്യോളജിസ്റ്റിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വികസിപ്പിച്ചതെന്ന് വെച്ചാൽ അത് ഹെർബർട്ട് മീഡിൻ്റെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. ഹെർബർട്ട് ബ്ലൂമർ മനുഷ്യർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹെർബർട്ട് ബ്ലൂമറിൻ്റെ അക്കോർഡിംഗ് ടു ഹെർബർട്ട് ബ്ലൂമർ അദ്ദേഹം പറയുന്നത് മീനിങ് അടിസ്ഥാനമാക്കിയാണ് ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന്. ഇൻട്രാക്ഷനും ഇൻ്റർപ്രിട്ടേഷനും മീനിങ്ങും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹ്യൂമൻ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സിംബോളിക് ഇൻട്രാക്ഷനിസത്തിൻ്റെ 3 ബേസിക് പ്രിമിസസ് പറഞ്ഞതും ആര് തന്നെയാണ്? ബ്ലൂമർ തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ്? കൂലി കേട്ടോ. എ ആണ്. അടുത്തത് ഡ്രാമാട്ടർജിക്കൽ അപ്രോച്ച് അവതരിപ്പിച്ചത് ഗോഫ്മാൻ ആണ് കേട്ടോ. അടുത്തത് എർവിൻ ഗോഫ്മാൻ്റെ ബുക്കാണ് ദ പ്രസൻറ്റേഷൻ ഓഫ് സെൽഫ് ഇൻ എവറിഡേ ലൈഫ്. ഏത് വർഷമാണെന്ന് ചോദിക്കുന്നു? 1959. ഫ്രണ്ട് സ്റ്റേജും ബാക്ക് സ്റ്റേജും ആശയം ആരുടേതാണ്? ഗോഫ്മാൻ്റെ തന്നെയാണ്. എടാ, ഈ ഡ്രാമ എന്ന് പറയുന്നത് ഫ്രണ്ട് സ്റ്റേജും ബാക്ക് സ്റ്റേജും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഓർക്കാം. ഡ്രാമാട്ടർജിക്കൽ, ഗോഫ്മാൻ, ഫ്രണ്ട് സ്റ്റേജ് ആൻഡ് ബാക്ക് സ്റ്റേജ്. ഇംപ്രഷൻ മാനേജ്മെൻറ്റ് ആശയം എന്ന് പറയുന്നത് ഡ്രാമാട്ടർജി ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഇതൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇൻട്രാക്ഷണിസം പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി ഇൻട്രാക്ഷനാണ്. ഫെനോമെനോളജി സ്ഥാപിച്ചത് ഹസളാണ് കേട്ടോ. എഡ്മണ്ട് ഹസൾ ജർമ്മനിക്കാരനാണ്. ബ്രാക്കറ്റിംഗ് എന്ന ആശയവും ഹസളിൻ്റെത് തന്നെയാണ്. ഫെനോമെനോളജി പ്രധാനമായി പഠിക്കുന്നത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടുത്തത് ഷൂട്ട്സ് എന്ന സോഷ്യോളജിസ്റ്റ് ഏത് ഫിലോസഫറുടെ ആശയങ്ങളെയാണ് സോഷ്യോളജിയിൽ ഉപയോഗിച്ചത്? ഹസളിൻ്റെയാണ്. ആൽഫ്രഡ് ഷൂട്ട്സ് ഏത് സ്കൂളിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ഫെനോമെനോളജി. ലൈഫ് വേൾഡ് അഥവാ ലേബൻസ് വെൽറ്റ് ആശയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഹസലാണ് കേട്ടോ. ബി. അടുത്തത് സ്റ്റോക്ക് ഓഫ് നോളജ് ആരുടെ ആശയ? ഷൂട്ട്സിൻ്റെ ആശയമാണ്. ഫെനോമെനോളജി എംഫസൈസ് ചെയ്യുന്നത് മീനിങ് ആൻഡ് കോൺഷ്യസ്നെസ് ആണ് കേട്ടോ. അടുത്തത് ഷൂട്ട്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഔത്തർ സി ആണ്. വെബറും ഉണ്ട്, ഹസളും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ക്രിട്ടിക്കൽ തിയറിയുടെ 2ാം തലമുറ തിങ്കർ എന്നറിയപ്പെടുന്നത് ഹേബർമാസ് ആണ്. ഇതൊക്കെ സിലബസ് എടുത്ത് വെച്ച് നോക്കുക ഈ പേരുകൾ. ഹേബർമാസ് ഏത് സ്കൂളാണെന്ന് വെച്ചാൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂളാണ്. പബ്ലിക് സ്ഫിയർ ആശയം ഹേബർമാസിൻ്റെതാണ്. കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ തിയറിയും ഹേബർമാസിൻ്റെതാണ്. ഹേബർമാസ് അനുസരിച്ച് റാഷണാലിറ്റി പ്രധാനമായി ഏത് രൂപത്തിലാണ്? ഉത്തരം ബി, കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റി. അത് അടുത്ത ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ ആശയം ആരുതാന്ന് വെച്ചാൽ ഇതൊക്കെ ഹേബർമാസിൻ്റെ ആണ് കേട്ടോ വരുന്നത്. അടുത്ത ചോദ്യം, സ്ട്രക്ചറേഷൻ തിയറി അവതരിപ്പിച്ചത് ഗിഡൻസ് ആണ്. ആന്റണി ഗിഡൻസ് ഏത് ആശയമാണെന്ന് വെച്ചാൽ സ്ട്രക്ചറേഷൻ ആശയം സി ആണ്.
അടുത്തത് സ്ട്രക്ചർ ആൻഡ് ഏജൻസി തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചതും ഗിഡൻസ് ആണ്. ഡ്യുവാലിറ്റി ഓഫ് സ്ട്രക്ചർ ആശയം ആരുതാന്ന് ചോദിച്ചാൽ അതും ഗിഡൻസ് തന്നെയാണ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്തത് പിയറി ബോർഡിയോ ഏത് ആശയമായിട്ടാണ്? ഹെബിറ്റസ് എന്ന ആശയമാണ് കേട്ടോ. അപ്പോൾ ഹെബിറ്റസ് എന്നാലും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണലൈസ്ഡ് ഡിസ്പൊസിഷൻസ്, അതാണ്. ഇനി ഫീൽഡ് ആൻഡ് ക്യാപിറ്റൽ ആശയം ബോർഡിയൻ്റെ തന്നെയാണ്. കൾച്ചറൽ ക്യാപിറ്റൽ കൺസെപ്റ്റും ബോർഡിയോ ആണ്. അടുത്തത് മൈക്കിൾ ഫൊക്കൾട്ട് ഏത് ആശയമാണെന്ന് വെച്ചാൽ ഡിസ്കോഴ്സ് ആൻഡ് പവർ, ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ആൻഡ് നോളജ് കൺസെപ്റ്റും ഫൊക്കൾട്ടിൻ്റെ തന്നെയാണ്. ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എഴുതിയതും മൈക്കിൾ ഫൊക്കൾട്ടാണ്. പാൻ ഒപ്റ്റിക്കോൺ ആശയം സോഷ്യോളജിക്കൽ അനാലിസിസിൽ ഉപയോഗിച്ചത് ആരാന്ന് വെച്ചാൽ തന്നെയാണ് കേട്ടോ. ഇയാൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് പോവാണ് നമ്മൾ കേട്ടോ. ജാക്കസ് ഡെറിഡ ഏത് ആശയമാണെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. അടുത്തതോ ഡീകൺസ്ട്രക്ഷൻ തിയറി ബിലോങ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസം കേട്ടോ. വെറും 6 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് തീർത്തു. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ തീർത്തത്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ റാപ്പിഡായിട്ട് ചെയ്തു പോയാൽ പിന്നെ അത്രയും സമയമുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ തീർത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും 50 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ 6 മിനിറ്റ് മതി എന്നുള്ളത്. നിങ്ങൾ വേഗം ഷോർട്ടാക്കി എഴുതിയെടുക്കുക, പഠിക്കുക. ഇത് ബേസ് കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോയത് കേട്ടോ. ഒന്ന് അഥവാ ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോസ് ചെയ്ത് വേഗം എഴുതിയെടുക്കുക, പഠിക്കുക.